ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺഫ്യൂസിങ് അഡ്ജക്റ്റീവ്സ് ആൻഡ് അഡ്വേർബ്സിന്റെ പാർട്ട് 2 ആണെന്ന് പഠിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് കണ്ടു കാണും നിങ്ങൾ. ഇല്ലെങ്കിൽ പാർട്ട് 1 കൂടി കാണുക. ദിസ് ഈസ് ദ പാർട്ട് 2. ഓക്കെ, പാർട്ട് 2 ഓഫ് കൺഫ്യൂസിങ് അഡ്ജക്റ്റീവ്സ് ആൻഡ് അഡ്വേർബ്സ്. ഓക്കെ, സോ ഓൾറെഡി പറയുന്ന പോലെ www.bpmohanan.com നിങ്ങൾക്ക് നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതാണ്, ഗൈഡൻസ് ലഭിക്കുന്നതാണ്. ആൻഡ് എല്ലാത്തിൻ്റെയും തന്നെ ലിങ്ക്, ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് PDF ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതുപോലെ എഞ്ചിനീയറിംഗ് കോമ്പറേറ്റീവ് എക്സാംസ് തയ്യാറെടുക്കുന്നവർക്ക് EEMADC എന്നെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. EEMADC.com അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസും ലഭ്യമാണ്. കൂടാതെ ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം അതുപോലെ വരാനിരിക്കുന്ന എക്സാമുകൾക്ക് വേണ്ടിയിട്ടൊക്കെ മോക്ക് ടെസ്റ്റുകൾ തയ്യാറാക്കുന്നുണ്ട്. അതുപോലുള്ള മോക്ക് ടെസ്റ്റിന്റെ താഴെ ലിങ്ക് കൊടുക്കുന്നതാണ്. ഓരോ വീഡിയോയുടെയും താഴെ എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റിന്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. ഓക്കെ, സോ വെൽക്കം ടു ദ സെഷൻ. സോ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് എൽഡർ, ഓൾഡർ, എൽഡസ്റ്റ്, ഓൾഡസ്റ്റ്. ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൽഡർ, ഓൾഡർ, എൽഡസ്റ്റ്, ഓൾഡസ്റ്റ്. ഇതിൽ എൽഡറും ഓൾഡറും ആദ്യം നോക്കാം. ഇനി എന്താണ് എൽഡർ എന്ന് വെച്ചാൽ? എൽഡർ അതായത് ഒരു ഫാമിലി റിലേഷനിലുള്ള രണ്ട് വ്യക്തികളിൽ ഇപ്പോൾ മുതിർന്ന വ്യക്തിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? എൽഡർ എന്ന് പറയുന്നത്. ഫാമിലി റിലേഷനിൽപ്പെട്ട രണ്ട് ആളുകൾ, ആ രണ്ട് ആളുകളിൽ മുതിർന്നയാളെ സൂചിപ്പിക്കാനുള്ളതാണ് എന്ത്? എൽഡർ എന്ന് പറയുന്നത്. ദേവിക ഇസ് ദ എൽഡർ ഓഫ് മൈ 2 daughters എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദേവിക എൻ്റെ 2 പെൺകുട്ടികളിൽ എന്താണ്? മൂത്തയാളാണ്. അതാണ് പറയുന്നത് അല്ലേ. അടുത്തത് ഓൾഡർ. ഓൾഡർ എന്ന് പറയുന്നത് ഫാമിലി റിലേഷനിലല്ലാത്ത 2 പേര്. അവരിൽ ആ 2 വ്യക്തികളിൽ മുതിർന്ന വ്യക്തിയെ സൂചിപ്പിക്കുമ്പോഴാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഓൾഡർ. അപ്പോൾ ഒരേ ഫാമിലിയിലുള്ളവരാണെങ്കിൽ എൽഡർ എന്ന് മൂത്തയാളെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കും. 2 വ്യക്തികൾ രണ്ടുപേരും തമ്മിൽ ഫാമിലി റിലേഷനൊന്നും ഇല്ല എങ്കിൽ അതിൽ മൂത്തയാളെ സൂചിപ്പിക്കാൻ ഓൾഡർ എന്ന് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണിത്. VS അച്യുതാനന്ദൻ ഈസ് എൽഡർ ദാൻ ശ്രീ പിണറായി വിജയൻ. ഓക്കെ, അപ്പോൾ ഈ പറയുന്നതിനകത്ത് he is older than ആണ് ഇവിടെ വേണ്ടത്. ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട് കേട്ടോ. I am very sorry. Older than പിണറായി വിജയൻ എന്നാണ്. ഓക്കെ, ബിക്കോസ് they are not family. ഓക്കെ, VS അച്യുതാനന്ദൻ ഈസ് ഓൾഡർ ദാൻ പിണറായി വിജയൻ. അടുത്തത് എൽഡസ്റ്റ്. എൽഡസ്റ്റ് എന്ന് പറയുവാണ്. എൽഡസ്റ്റ് എന്ന് പറയുന്നതിൽ ഫാമിലി റിലേഷനിൽ ഇപ്പോൾ രണ്ട് വ്യക്തികളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പോൾ 2 ആളുകളുണ്ട്. ഇപ്പോൾ 2ൽ കൂടുതൽ ആളുകളുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ഫാമിലി റിലേഷനിൽപ്പെട്ട കുറേ ആൾക്കാർ. ആ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്നയാളെ പറയുന്നതിനാണ് എൽഡസ്റ്റ് എന്ന് പറയുന്നത്. ഫാമിലി റിലേഷനിൽ തന്നെ ഏറ്റവും മുതിർന്നയാളെ പറയുന്നതാണ് എന്ത്? എൽഡസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൈ ഗ്രാൻഡ് ഫാദർ ഇസ് ദ എൽഡസ്റ്റ് ഇൻ മൈ ഫാമിലി. എൻ്റെ ഫാമിലിയിലെ ഏറ്റവും മുതിർന്നയാൾ ആരാണ്? എൻ്റെ ഗ്രാൻഡ് ഫാദറാണ്. മൈ ഗ്രാൻഡ് ഫാദർ ഈസ് ദ എൽഡസ്റ്റ് ഇൻ മൈ ഫാമിലി. അപ്പോൾ അവിടെ എന്താണ് പറയുന്നത്? എൽഡസ്റ്റ് എന്നാണ് പറയാം. ഇനി അടുത്തതാണ് ഓൾഡസ്റ്റ്. ഓൾഡസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാമിലിയിൽ പെടാത്ത കുറേ ആളുകൾ കൂടി നിൽക്കുന്നു. അപ്പോൾ അതിൽ ഏറ്റവും പ്രായം കൂടിയത് എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് വെച്ചിട്ടാണ് പറയാം. ഓക്കെ, നോട്ട് ഇൻ ഫാമിലി. ഇപ്പോൾ ഫാമിലി റിലേഷനിലല്ലാത്ത 2ലധികം ആളുകളിൽ ഏറ്റവും മുതിർന്നയാളെ പറയാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഓൾഡസ്റ്റ് എന്ന് പറയുന്നത്. MS ധോണി ഈസ് ദ ഓൾഡസ്റ്റ് മെമ്പർ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. ഇപ്പോഴത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ MS ധോണി ഈസ് ദ ഓൾഡസ്റ്റ് മെമ്പർ. ഓക്കെ, അപ്പോൾ അതാണ് ഓൾഡസ്റ്റും എൽഡസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ഓൾഡർ എന്നുള്ളതിൽ ഇവിടെ O തന്നെയാണ്. അതൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ഓർത്തോണം. അടുത്തത് ലേറ്റ്, ലേറ്റർ, ലാറ്റർ, പിന്നെ ലേറ്റസ്റ്റ്, ലാസ്റ്റ് എന്നിങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ലേറ്റ്, ലേറ്റർ, ലാറ്റർ, ലേറ്റസ്റ്റ്, ലാസ്റ്റ്. ഓക്കെ, ഇതിൽ ലേറ്ററും ലേറ്റസ്റ്റും അത് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ടൈമാണ്. ലേറ്റർ പിന്നീട് എന്ന് പറഞ്ഞു, ലേറ്റസ്റ്റ് ഏറ്റവും പുതിയത്. അപ്പോൾ അത് രണ്ടും ടൈമിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഇനി ലാറ്റർ എന്ന് വെച്ചാൽ എന്താണ്? രണ്ടാമത് വരുന്നത്, നെക്സ്റ്റ് വരുന്നതെന്നാണ് ലാറ്റർ, പിന്നീട് വരുന്നത്. ഓക്കെ, ലാസ്റ്റ് അവസാനം എന്നൊക്കെ പറയുന്നത് പൊസിഷൻ, സ്ഥാനം പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലേറ്ററും ലേറ്റസ്റ്റും ഒക്കെ പറയുന്നത് സമയത്തെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്
ഇത് സ്ഥാനത്തെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതൊന്നും ഉദ്ദേശിച്ചത് ലാറ്റർ ആൻഡ് ലാസ്റ്റിനെ സ്ഥാനത്തെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആകും. അതായത് ഷീ വാസ് സോ ലേറ്റ് ഫോർ ദ ഡിന്നർ. അവളെ ഡിന്നർ കഴിക്കാൻ ഒരുപാട് ലേറ്റായി. സോ ലേറ്റ് ഫോർ ദ ഡിന്നർ. ഇനി ഈ ലേറ്റ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കൂ. വീണ ഇസ് ദ ഡോട്ടർ ഓഫ് ലേറ്റ് മിസ്റ്റർ മഹാദേവൻ. ഓക്കെ, അപ്പം ഇവിടെ ലേറ്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്? അന്തരിച്ച, മരണപ്പെട്ട എന്നുള്ളൊരു മീനിങ്ങിലാണ് ഇവിടെ പറയുന്നത് അല്ലേ. അന്തരിച്ച മിസ്റ്റർ മഹാദേവന്റെ മകളാണ് ആര്? വീണ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ലേറ്റിന്റെ അർത്ഥം വേറെയാണ്, ഇവിടെ ലേറ്റിന്റെ അർത്ഥം വേറെയാണ്. അപ്പോൾ അത് നോക്കുക. കൂടാതെ അടുത്തത് ഐ വിൽ കം ലേറ്റർ, ഞാൻ പിന്നീട് വരാം എന്നാണ് പറയുന്നത്. ആ ലേറ്റർ ഐ വിൽ കം ലേറ്റർ. ഇനി ഇവിടെ നോക്കൂ, ദ ലാറ്റർ പാർട്ട് ഓഫ് ദ മൂവി വാസ് നോട്ട് ഇൻട്രസ്റ്റിംഗ്. ഇപ്പോൾ ഫോർമർ എന്നാണ് ഈ ലാറ്ററിന്റെ ഓപ്പോസിറ്റ് വരുന്നത്. ലാറ്ററിന്റെ ഓപ്പോസിറ്റ് എന്താണ് വരുന്നത്? ഫോർമർ എന്നാണ്. ഫോർമർ എന്ന് വെച്ചാൽ ആദ്യത്തെ, ഓക്കെ, ആദ്യം ഉള്ളത്. അത് കഴിഞ്ഞ് രണ്ടാമതുള്ളത്, അതിന് ശേഷമുള്ളതാണ് എന്ത്? ലാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റർവെല്ലിന് ശേഷമുള്ള മൂവിയുടെ പാർട്ട് എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നീടുള്ള മൂവിയുടെ പാർട്ട് ഇൻട്രസ്റ്റിംഗ് അല്ലായിരുന്നു. ദ ലാറ്റർ പാർട്ട് ഓഫ് ദ മൂവി വാസ് നോട്ട് ഇൻട്രസ്റ്റിംഗ്. അടുത്തത് ഗൂഗിൾ ലോഞ്ച്ഡ് ദ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് റീസെൻ്റ്ലി. ഗൂഗിൾ അടുത്തിടെ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് പുറത്തിറക്കി. അപ്പോൾ അടുത്തിടെ എന്നുള്ളതാണ് എന്ത്? ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞ് ഏറ്റവും പുതിയതായിട്ട് ചെയ്തു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് വരുന്നത്. അടുത്തത് ബഹദൂർ ഷാ ബഹദൂർ ഷാ രണ്ടാമൻ ആൻഡ് ഹി വാസ് ദ ലാസ്റ്റ് മുഗൾ എംപറർ. ഇവിടെ ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ, അദ്ദേഹമായിരുന്നു അവസാനത്തെ മുഗൾ ചക്രവർത്തി. ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു അവസാനത്തെ മുഗൾ ചക്രവർത്തി. അപ്പോൾ ഇതിൽ ലേറ്ററും ലേറ്റസ്റ്റും ടൈമിനെ ഡിനോട്ട് ചെയ്യുന്നു. ലാറ്റർ എന്നും ലാസ്റ്റ് എന്നും പറയുന്നത് പൊസിഷനെ ഡിനോട്ട് ചെയ്യുന്നു. ഷീ വാസ് സോ ലേറ്റ് ഫോർ ഹർ ഡിന്നർ. വീണ ഈസ് ദ ഡോട്ടർ ഓഫ് ലേറ്റ് മിസ്റ്റർ മഹാദേവൻ. പിന്നെ ഐ വിൽ കം ലേറ്റർ. അടുത്തത് ദ ലാറ്റർ പാർട്ട് ഓഫ് ദ മൂവി വാസ് നോട്ട് ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഗൂഗിൾ ലോഞ്ച്ഡ് ദ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് റീസെൻ്റ്ലി. ബഹദൂർ ഷാ സെക്കൻഡ് വാസ് ദ ലാസ്റ്റ് മുഗൾ എംപറർ. അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. അടുത്തത് ലെസ്സും ഫ്യൂവറും. ലെസ്സും ഫ്യൂവറും തമ്മിൽ എന്താണ് വരുന്നത്? ലെസ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് അൺകൗണ്ടബിൾ. അൺകൗണ്ടബിൾ ആണ്, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തതാണ്. ഇതുപോലെ അൺകൗണ്ടബിൾ ആയിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ചു അല്ലേ. ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ ഒക്കെ പഠിച്ചു. അതുപോലെ കൗണ്ടബിൾ ആയിട്ടുള്ള ഫ്യൂ, എ ഫ്യൂ ആൻഡ് ദ ഫ്യൂ അതും പഠിച്ചു അല്ലേ. അപ്പോൾ ആ ഒരു ലെസൺ കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കാണുവാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് അതിലാണുള്ളത്. അപ്പോൾ ഈ ലെസ് എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ ആയിട്ടുള്ള സ്മോൾ ക്വാണ്ടിറ്റീനെ, ചെറിയ അളവിനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലെസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ലെസ് എന്ന് ഉപയോഗിക്കുന്നത്. ഇനി അതിൻ്റെ എക്സാമ്പിൾ ഇതാണ്. പ്ലീസ് ആഡ് ലെസ് ഷുഗർ ഇൻ മൈ കോഫി. പ്ലീസ് ആഡ് ലെസ് ഷുഗർ ഇൻ മൈ കോഫി. എൻ്റെ കോഫിയിൽ വളരെ കുറഞ്ഞ അളവിൽ പഞ്ചസാര ഇട്ടാൽ മതി. ലെസ് ഷുഗർ. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷുഗർ എത്രയുണ്ടെന്ന് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് ഇതിവിടെ അത് അൺകൗണ്ടബിളായ നൗൺ ആയത് ഷുഗർ. അപ്പോൾ പ്ലീസ് ആഡ് ലെസ് ഷുഗർ ഇൻ മൈ കോഫി. ഓക്കെ, അടുത്തത് ഫ്യൂവർ. ഫ്യൂവർ എന്ന് വെച്ചാൽ അത് കൗണ്ടബിൾ ആണ്. അതായത് നമ്പർ ചെയ്തെടുക്കാൻ പറ്റും, നമുക്കത് എണ്ണാൻ പറ്റും. കൗണ്ടബിൾ ആണ്. ഓക്കെ, ആൻഡ് കൗണ്ടബിൾ ആയിട്ടുള്ള ലെസ് നമ്പർ പറയാനായിട്ടാണ് ഏത്? ഫ്യൂവർ പറയുന്നത്. കൗണ്ടബിൾ അല്ലാത്ത അൺകൗണ്ടബിൾ ആയ ലെസ് നമ്പറിലുള്ളത്, ലെസ് ക്വാണ്ടിറ്റിയിലുള്ളത് പറയാനാണ് ഏത് യൂസ് ചെയ്ത്? ലെസ് യൂസ് ചെയ്തത്. ഇവിടെ there are fewer oranges in the box. There are fewer oranges in the box. Fewer എന്ന് വെച്ചാൽ അപ്പോൾ എന്താണ്? ഇവിടെ വളരെ കുറച്ച് മാത്രം, കുറച്ച് ഓറഞ്ചസ് ആ ബോക്സിലുണ്ട്. ഓക്കെ, there are fewer oranges in the box. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന കൗണ്ടബിൾ നൗൺ ആയിരിക്കണം. കൗണ്ടബിൾ നൗണിൻ്റെ കൂടിയാണ് ഫ്യൂവർ വരികയുള്ളൂ. ആൻഡ് വെരി ലെസ് നമ്പർ ആണെങ്കിലാണ് ഫ്യൂവർ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ എല്ലാവർക്കും നന്ദി. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് എന്ന സപ്പോർട്ട് ഈ ഒരു വീഡിയോയ്ക്കും തരിക. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അങ്ങനെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ ഓൾ ദ നൈസ് കമൻറ്റ്സ്. താങ്ക് യു.